മൊഡ്യൂൾ നമ്പർ 2 നിന്നുള്ള 6th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്ക് IS ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ. അപ്പോൾ സോയിലിൻ്റെ ജനറൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ മൊഡ്യൂൾ നമ്പർ 1 പഠിച്ചായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിലാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സോയിൽ സാമ്പിൾ നമ്മൾ ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ നമ്മളതിനെ ഒരു ഒരു പർട്ടിക്കുലർ സോയിൽ എന്നുള്ള രീതിയിൽ എഴുതി സർട്ടിഫൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ ഏത് രീതിയിലാണ് നമ്മളതിനെ സർട്ടിഫൈ ചെയ്ത് എഴുതി കൊടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ സോഫാർ നമ്മൾ മൊഡ്യൂൾ നമ്പർ 2 ഇൻഡെക്സ് പ്രോപ്പർട്ടി, അതിൻ്റെ അത് വരുന്ന സീവ് അനാലിസിസ്, പിന്നെ സ്റ്റോക്സ് ലോ ഹൈഡ്രോമീറ്റർ അനാലിസിസും അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും നമ്മൾ കവർ ചെയ്തു. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അറ്റർബർഗ്സ് ലിമിറ്റ്സ് ഒക്കെയാണ് പഠിച്ചത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്തില്ല. അപ്പോൾ അത് നമുക്ക് ഈ ഒരു IS ക്ലാസിഫിക്കേഷൻ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് ഒരുമിച്ച് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ISCS. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നത് ഇതായിരിക്കും, IS ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ അല്ലെങ്കിൽ ISCS എന്നുള്ള ഷോർട്ട് ഫോമിലായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ദ ISCS ഫസ്റ്റ് ഡെവലപ്ഡ് ഇൻ 1959 വാസ് റിവൈസ്ഡ് ഇൻ 1970. ദ ISCS ക്ലാസിഫൈസ് ദ സോയിൽ into 18 ഗ്രൂപ്പ്സ്. അപ്പോൾ ബേസ്ഡ് ഓൺ ISCS സോയിൽസിനെ നമുക്ക് 18 ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോയിൽസ് ആർ ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻറ്റു 3 ഡിവിഷൻസ്. അപ്പോൾ മെയിൻലി ഒരു സോയിലിനെ നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാം. കോസ് ഗ്രെയിൻ സോയിൽ, ഫൈൻ ഗ്രെയിൻ സോയിൽ, ഹൈലി ഓർഗാനിക് ഓർ അതർ മിസ്സലേനിയസ് സോയിൽ മെറ്റീരിയൽസ്. ഓക്കെ, അപ്പോൾ കോസ് ഗ്രെയിൻ സോയിൽ എന്താണെന്ന് നോക്കാം. മോർ ദാൻ ഹാഫ് ദ മെറ്റീരിയൽ ഈസ് ലാർജർ ദാൻ 75 മൈക്രോൺ IS സീവ് സൈസ്. അപ്പോൾ കോസ് ഗ്രെയിൻ സീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നേക്കുന്ന സോയിൽ സാമ്പിളിൻ്റെ 50% കൂടുതൽ 75 മൈക്രോൺ IS സീവിൽ പാസ് ചെയ്യുന്നതാണെങ്കിൽ, ലാർജർ എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ പാസ് ചെയ്യുന്നതാണെങ്കിൽ അതിനെ നമ്മൾ കോസ് ഗ്രെയിൻഡ് എന്ന് പറയും. ഇപ്പോൾ സൈസ് കൂടിയ പാർട്ടിക്കിൾസ്. ഫൈൻ ഗ്രെയിൻഡ് സോയിൽ എന്ന് പറയുമ്പോൾ മോർ ദാൻ ഹാഫ് ദ മെറ്റീരിയൽസ് ഈസ് സ്മോളർ ദാൻ 75 മൈക്രോൺ IS സീവ്. ഇപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമുക്ക് കിട്ടിയേക്കുന്ന സോയിൽ സാമ്പിളിൽ 50% കൂടുതൽ, അതായത് പകുതി കൂടുതൽ സോയിലും 75 മൈക്രോൺ സീവിൽ റീറ്റെയിൻ ചെയ്യുന്നതാണെങ്കിൽ, പാസ് ചെയ്യുന്നതാണെങ്കിൽ, സ്മോളർ എന്ന് പറയുമ്പോൾ പാസ് ചെയ്യുന്നതാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫൈൻ ഗ്രെയിൻഡ് സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് കോസ് ഗ്രെയിൻഡും ഫൈൻ ഗ്രെയിൻഡും തമ്മിലുള്ള വ്യത്യാസം 50% ഓഫ് സോയിൽ സാമ്പിൾ റീറ്റെയിൻഡ് ഓൺ 75 മൈക്രോൺ സീവ് ആണെങ്കിൽ കോസ് ഗ്രെയിൻഡ്, പാസിംഗ് ത്രൂ, സ്മോളർ എന്ന് പറയുമ്പോൾ പാസിംഗ് ത്രൂ 75 മൈക്രോൺ സീവ് ആണെങ്കിൽ അതിനെ ഫൈൻ ഗ്രെയിൻഡ് സോയിൽ എന്ന് പറയും. ഇനി മൂന്നാമത്തത് ഹൈലി ഓർഗാനിക് സോയിൽ. These soil contain large percentage of fibrous organic matter such as peat, PAT and the particles of decomposed vegetation. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഫർദർ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കോസ് ഗ്രെയിൻഡ് സോയിൽ. കോസ് ഗ്രെയിൻ സോയിൽസ് ആർ ഫർദർ ഡിവൈഡഡ് ഇൻറ്റു 2 സബ് ഡിവിഷൻസ്. കോസ് ഗ്രെയിൻ സോയിലിനെ ഫർദർ നമുക്ക് ഗ്രാവൽസ് എന്നും സാൻഡ് എന്നും ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ ഗ്രാവലിനെ നൊട്ടേറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ G വെച്ചിട്ടാണ്, സാൻഡിനെ നൊട്ടേറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ S വെച്ചിട്ടാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള സ്ലൈഡുകളിൽ നമ്മൾ പറയുന്ന ഓരോ നൊട്ടേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ ഹെഡിങ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തിയറി അല്ല പഠിക്കാനുള്ളത്, സോയിലിൻ്റെ ക്ലാസിഫിക്കേഷൻ, ആ ക്ലാസിഫിക്കേഷൻ്റെ ക്രൈറ്റീരിയ, ക്ലാസിഫിക്കേഷൻ നമ്മൾ കൊടുക്കുന്ന നൊട്ടേഷൻ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഗ്രാവൽ എന്താണെന്ന് നോക്കാം. ഗ്രാവൽ എന്ന് പറയുമ്പോൾ മോർ ദാൻ ഹാഫ് ഓഫ് ദ കോഴ്സ് ഫ്രാക്ഷൻ ഈസ് ലാർജർ ദാൻ 4.75 mm IS സീവ്. ദിസ് ഇൻക്ലൂഡ് ഗ്രാവൽ ആൻഡ് ഗ്രാവലി സോയിൽ ആൻഡ് ഈസ് നോട്ടേറ്റഡ് ബൈ ക്യാപിറ്റൽ G. ഓക്കെ, അപ്പോൾ ഓൾറെഡി കോസ് ഗ്രെയിൻ സോയിൽ എന്ന് പറയുമ്പോൾ +75 മൈക്രോൺ. എന്താണ് +75 മൈക്രോൺ? 75 മൈക്രോണേക്കാളും കൂടിയ സൈസിലുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ കോസ് ഗ്രെയിൻഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ തന്നെ കോസ് ഗ്രൈൻഡിൽ തന്നെ നമുക്ക് കിട്ടിയേക്കുന്ന സോയിൽ സാമ്പിൾ അതിൻ്റെ ഹാഫ്, അതായത് 50% കൂടുതൽ 4.75 mm സൈസിനേക്കാളും കൂടുതലാണെങ്കിൽ, ലാർജർ ദാൻ 4.75 mm എന്ന് പറയുമ്പോൾ 4.75 mm സീവിൽ റീറ്റെയിൻ ചെയ്യുന്ന
പാർട്ടിക്കിൾസ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്രാവൽ എന്ന് പറയുന്നത്. ഗ്രാവലിൽ തന്നെ സാധാരണ ഗ്രാവലും ഉണ്ട്, ഗ്രാവലി സോയിലും ഉണ്ട്. അത് നമ്മൾ ക്യാപിറ്റൽ ജി വെച്ചിട്ടാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തത് സാൻഡ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. മോർ ദാൻ ഹാഫ് ഓഫ് ദ കോസ് പാർട്ടിക്കിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്ലസ് 75 മൈക്രോൺ എന്ന് വെച്ചാൽ 75 മൈക്രോൺ സൈസിനേക്കാളും കൂടുതലുള്ളതിനാണ് നമ്മൾ കോസ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കോസ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ സാമ്പിളിലുള്ളതിൽ 50% കൂടുതൽ 4.75 mm താഴെയുള്ളതാണെങ്കിൽ, താഴെയുള്ളതാണെങ്കിൽ അതിനെയാണ് നമ്മൾ സാൻഡ് എന്ന് പറയുന്നത്. സാൻഡിനെ നമ്മൾ ഫർദർ എന്തെന്നൊക്കെ പറയും, സാൻഡ് അല്ലെങ്കിൽ സാൻഡി സോയിൽ എന്ന് പറയും. അതിനെ നമ്മൾ എസ് വെച്ചിട്ടാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ ഗ്രാവൽ ജി പറഞ്ഞു, സാൻഡ് എസ് പറഞ്ഞു. ഇതിനെ ഫർദർ നമ്മൾ ഓരോന്നിനെയും 4 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇനി പറയാൻ പോകുന്നത്. ഈച്ച് ഓഫ് ദ എബോവ് സബ്ഡിവിഷൻ ഈസ് ഫർദർ സബ്ഡിവൈഡഡ് ഇൻ ടു 4 ഗ്രൂപ്പ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ഗ്രേഡിംഗ് ആൻഡ് ഇൻക്ലൂഷൻ ഓഫ് അതർ മെറ്റീരിയൽ. അപ്പോൾ നേരത്തെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഗ്രാവലും സാൻഡിനെയും ഓരോന്നിനെയും നമ്മൾ ഫർദർ 4 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തത് ക്യാപിറ്റൽ ഡബ്ല്യു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൽ ഗ്രേഡഡ് ആൻഡ് ക്ലീൻ. അപ്പോൾ വെൽ ഗ്രേഡഡ് ആൻഡ് ക്ലീനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഡബ്ല്യു എന്നാണ്. ക്യാപിറ്റൽ സി എന്ന് പറഞ്ഞാൽ വെൽ ഗ്രേഡഡ് വിത്ത് ക്ലേ ബൈൻഡേഴ്സ്. ക്യാപിറ്റൽ പി എന്ന് പറഞ്ഞാൽ പുവർലി ഗ്രേഡഡ് ആൻഡ് ക്ലീൻ. ക്യാപിറ്റൽ എം എന്ന് വെച്ചാൽ കണ്ടെയ്നിങ് ഫൈൻ മെറ്റീരിയൽ, അല്ലെങ്കിൽ നമ്മളതിനെ സിൽട്ട് എന്ന് പറയും, സിൽട്ട് പാർട്ടിക്കിൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എത്ര നൊട്ടേഷൻ പഠിച്ചു? ക്യാപിറ്റൽ ജി പഠിച്ചു, ക്യാപിറ്റൽ എസ് പഠിച്ചു. ഈ ക്യാപിറ്റൽ ജിയിൽ വരുന്ന 4 ഡബ്ല്യു, സി, പി, എം. അതേപോലെ എസ്സിൽ വരുന്ന 4 ഈ പറഞ്ഞിട്ട് ഡബ്ല്യു, സി, പി, എം. അപ്പോൾ സോയിലിന് നമുക്ക് ജി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ജി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വെൽ ഗ്രേഡഡ് ഗ്രാവൽ. അതുപോലെ വേറൊരു എക്സാമ്പിൾ, ഇപ്പോൾ ജി പി എന്ന് പറഞ്ഞാൽ പുവർലി ഗ്രേഡഡ് ഗ്രാവൽ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഓരോ സോയിലിനെയും ക്ലാസിഫൈ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ എത്ര പാറ്റേൺ പഠിച്ചു? 8 പഠിച്ചു. അതായത് ജി ഡബ്ല്യു, ജി സി, ജി പി, ജി എം. ഇത് ഗ്രാവലിൻ്റെ 4 ടൈപ്പാണ്. ഇനി അടുത്ത സാൻഡിൻ്റെത് വീണ്ടും എസ് ഡബ്ല്യു, എസ് സി, ആ രീതിയിൽ നമുക്ക് എസ് പി, എസ് എം, അങ്ങനെ വീണ്ടും സാൻഡിനെ നമുക്ക് 4 ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പുകളിൽ 8 ഗ്രൂപ്പ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഓക്കെ, ഇനി ഇതിൻ്റെ തന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടും ബ്രീഫായിട്ടുള്ള, അതായത് കുറച്ചുകൂടി പോയിൻറ്റിംഗ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെ ഗ്രാവലിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതിൻ്റെ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് ഗ്രാവലാണ്. ഗ്രാവൽ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? മോർ ദാൻ 50% ഫ്രാക്ഷൻ പാസസ് ത്രൂ റീറ്റൈൻഡ് ഓൺ 75 മൈക്രോൺ ആണ്. അതിൽ തന്നെ മെയിനായിട്ട് 2 ടൈപ്പാണുള്ളത്. ക്ലീൻ ഗ്രാവലുണ്ട്, ഗ്രാവൽ വിത്ത് ഫൈൻസും ഉണ്ട്. അപ്പോൾ ക്ലീൻ ഗ്രാവൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ പെർസെൻറ്റേജ് ഫൈനർ ലെസ് ദാൻ 5% ആണ്. പെർസെൻറ്റേജ് ഫൈനർ നമ്മൾ സീവ് അനാലിസിസ് ഒക്കെ ചെയ്തപ്പോൾ ഏറ്റവും അവസാനം പെർസെൻറ്റേജ് ഫൈനർ പറഞ്ഞായിരുന്നു. അപ്പോൾ പെർസെൻറ്റേജ് ഫൈനർ ലെസ് ദാൻ 5% ആണെങ്കിൽ അതിന് ഗ്രാവൽ, ക്ലീൻ ഗ്രാവൽ എന്ന് പറയും. പെർസെൻറ്റേജ് ഫൈനർ ഗ്രേറ്റർ ദാൻ 12% ആണെങ്കിൽ ഗ്രാവൽ വിത്ത് ഫൈൻസ് എന്നും പറയും. ഇനി ഇതിൻ്റെ സിമ്പിൾസാണ്. ജി ഡബ്ല്യു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൽ ഗ്രേഡഡ് ഗ്രാവലാണ്. ജി പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുവർ ഗ്രേഡഡ് ഗ്രാവലാണ്. വെൽ ഗ്രേഡഡ് ഗ്രാവലിൻ്റെ 2 നൊട്ടേഷൻസ് ഒക്കെയാണ്, 2 പോയിൻറ്റ്സ് ഇതാണ്. ഒന്ന്, അതിൻ്റെ യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റ് ഗ്രേറ്റർ ദാൻ 4 ആയിരിക്കും. 2, അതിൻ്റെ സി സി വാല്യൂ ഈസ് ബിറ്റ്വീൻ 1 and 3. ഓക്കെ, അപ്പോൾ ഗ്രാവൽ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? ഒന്ന്, 4.75 mm സീവിൻ്റെ അകത്ത് റീറ്റെയിൻ ചെയ്യുന്നത് ഏത് 50% കൂടുതൽ 4.75 mm റീറ്റെയിൻ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ പെർസെൻറ്റേജ് ഫൈനർ ലെസ് ദാൻ 5% ആയിരിക്കും. അതിൻ്റെ യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റ് 4ഉം സി സി വാല്യൂ 1നും 3നും ഇടക്കാണ്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്, കുറേ ഡാറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് സാറ്റിസ്ഫൈഡ് ആണോ, ഇത് സാറ്റിസ്ഫൈഡ് ആണോ, ഇത് രണ്ടും സാറ്റിസ്ഫൈഡ് ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ തന്നേക്കുന്ന സോയിലിൽ നമുക്ക് വെൽ ഗ്രേഡഡ് ഗ്രാവൽ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി അതല്ല, തന്നേക്കുന്നത് 4.75 കൂടുതലുള്ളതാണ്, പെർസെൻറ്റേജ് ഫൈനർ ലെസ് ദാൻ 5 ആണ്, പക്ഷേ സി യു വാല്യൂം സി സി വാല്യൂം ഈ പറഞ്ഞ ക്രൈറ്റീരിയ അല്ല എങ്കിൽ നമ്മളതിനെ പുവർലി ഗ്രേഡഡ് എന്ന് പറയും. അപ്പോൾ ഈ വാല്യൂ ആണെങ്കിൽ വെൽ ഗ്രേഡഡ്, ഈ വാല്യൂവിൻ്റെ റേഞ്ചിലല്ല എന്നിരിക്കുന്നെങ്കിൽ നമ്മളതിനെ പുവർലി ഗ്രേഡഡ് എന്ന് പറയും. അപ്പോൾ പുവർലി ഗ്രേഡിനെ ജി പി എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ,
ഇനി അടുത്തത് ഗ്രാവൽ വിത്ത് ഫൈൻസ് ഗ്രേറ്റർ ദാൻ 12%. അപ്പോൾ വീണ്ടും നമുക്ക് തന്നേക്കുന്ന സോയിൽ ഫ്രാക്ഷൻ നോക്കുക. അതിൻ്റെ അകത്ത് വന്നേക്കുന്ന ആ ഒരു 4.75 mm CUവിൽ 50% കൂടുതൽ പാർട്ടിക്കിൾസ് റീറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഗ്രാവൽ എന്ന് പറയും. ഇനി അതിൻ്റെ പെർസെൻറ്റേജ് ഫൈനസ് ഗ്രേറ്റർ ദാൻ 12 ആണെങ്കിൽ നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് പോകും. ഇനി അതിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്, GM ആണോ GC ആണോ എന്നറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫർദർ രണ്ട് കാര്യങ്ങളുണ്ട്. എ ലൈൻ്റെ എബോവ് ആണോ ബിലോ ആണോ എന്ന് നോക്കണം. അപ്പോൾ എന്താണ് എ ലൈൻ? അത് ഞാൻ പറഞ്ഞു തരാം, നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ എ ലൈൻ്റെ എബോവ് ആണോ ബിലോ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ PI എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ആണ്. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് വാല്യൂ ലെസ് ദാൻ 4 ആണെങ്കിൽ GMഉം ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ GCയും. അപ്പോൾ ഫൈനസ് ഗ്രേറ്റർ ദാൻ 12% ആണെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ബിലോ എ ലൈൻ ആണോ നോക്കുക, ലെസ് ദാൻ 4 ആണോ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് നോക്കുക. അങ്ങനെയാണെങ്കിൽ GM ആണ്. GM എന്ന് വെച്ചാൽ സിൽട്ടി ഗ്രാവലാണ്. അടുത്തത് എബോവ് എ ലൈനും ഗ്രേറ്റർ ദാൻ 7 ആണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എങ്കിൽ നമ്മളതിനെ GC എന്ന് പറയും. GC എന്ന് വെച്ചാൽ ക്ലേയി ഗ്രാവലാണ്. അപ്പോൾ ഇതാണ് ഗ്രാവലിൻ്റെ 4 വേരിയൻറ്റ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ. ഇനി ഇതേപോലെ നമുക്ക് സാൻഡിലേക്ക് പോവാം. അപ്പോൾ സാൻഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിൻ്റെ 50% പാർട്ടിക്കിളും ലെസ് ദാൻ 4.75 ആണ്. അതായത് റീറ്റെയിൻഡ് ഓൺ 4.75 mm CU ആണെങ്കിൽ നമ്മളതിനെ സാൻഡ് എന്ന് പറയും. ഇനി വീണ്ടും സാൻഡിൽ തന്നെ പെർസെൻറ്റേജ് ഫൈനർ ലെസ് ദാൻ 5% ആണെങ്കിൽ അതിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? CU വാല്യൂ നോക്കുക. CU ഗ്രേറ്റർ ദാൻ 6ഉം CCയുടെ വാല്യൂ 1നും 3നും ഇടയ്ക്കാണെങ്കിൽ നമ്മളതിനെ വെൽ ഗ്രേഡഡ് എന്ന് പറയും. ഓക്കെ, ഈ രണ്ട് വാല്യൂ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മളതിനെ പുവർലി ഗ്രേഡഡ് എന്ന് പറയും. അപ്പോൾ നേരത്തെ പോലെ തന്നെ സാൻഡിൽ തന്നെ പെർസെൻറ്റേജ് ഫൈനൽ ലെസ് ദാൻ 5 ആണെങ്കിൽ, അതേപോലെ CUവും CCയും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ SW എന്ന് പറയും, അതായത് വെൽ ഗ്രേഡഡ് സാൻഡ് ആണ്. അല്ലെങ്കിൽ പുവർലി ഗ്രേഡഡ് സാൻഡ് SP എന്ന് പറയും. ഇനി അതേപോലെ തന്നെ നേരെ പെർസെൻറ്റേജ് ഫൈനർ ഗ്രേറ്റർ ദാൻ 12% ആണെങ്കിൽ നമ്മളത് അടുത്ത ക്രൈറ്റീരിയ നോക്കും. ബിലോ എ ലൈൻ ആണോ നോക്കും, പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ലെസ് ദാൻ 4 ആണോ നോക്കും. അങ്ങനെയാണെങ്കിൽ SM ആണ്, സിൽട്ടി സാൻഡ് ആണ്. അതല്ല എബോവ് എ ലൈനും ഗ്രേറ്റർ ദാൻ 7 ആണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എങ്കിൽ SC എന്ന് പറയും, സിൽട്ടി സാൻഡ് ആണ്. ഇത്രയാണ് നമ്മുടെ കോസ്റ്റ് ഗ്രെയിൻഡ് പാർട്ടിക്കിൾസിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇനി ഇതിനെ തന്നെ ഒരു ചാർട്ടിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ നമ്മളിപ്പോൾ ഒരു പോയിൻ്റ് വിട്ടുപോയി. ഇപ്പോൾ നമ്മളിവിടെ പെർസെൻറ്റേജ് ഫൈനർ ലെസ് ദാൻ 5% പറഞ്ഞു, പെർസെൻറ്റേജ് ഫൈനർ ഗ്രേറ്റർ ദാൻ 12% പറഞ്ഞു. പക്ഷേ ഈ പെർസെൻറ്റേജ് ഫൈനർ ബിറ്റ്വീൻ 5 to 12% റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ നമുക്കൊരു പ്രോബ്ലം തരുമ്പോൾ ലെസ് ദാൻ 5% ആണ് പെർസെൻറ്റേജ് ഫൈനർ എങ്കിൽ നമുക്ക് രണ്ടെണ്ണം രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഗ്രേറ്റർ ദാൻ 12 ആണെങ്കിൽ നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ 5 and 12 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെയാണ് ബോർഡർ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ബൗണ്ടറി ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണിക്കുന്ന ഒരു ചാർട്ടാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ജസ്റ്റ് ഓവറോൾ ഒന്ന് പറഞ്ഞു പോകാം. ഗ്രാവലിൽ തന്നെ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പെർസെൻറ്റേജ് ഫൈനർ ലെസ് ദാൻ 5% ആണെങ്കിൽ അതിനെ വെൽ ഗ്രേഡഡ് എന്നും പോർലി ഗ്രേഡഡ് എന്നും പറയും. പെർസെൻറ്റേജ് ഫൈനർ ഗ്രേറ്റർ ദാൻ 12% ആണെങ്കിൽ നമ്മളതിനെ ക്ലേയി ഗ്രാവലെന്നും സിൽട്ടി ഗ്രാവലെന്നും പറയും. ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ, അതാണ് ഇനി പറയാൻ പോകുന്നത്. 5%നും 12%നും ഇൻ ബിറ്റ്വീൻ ആണ് നമുക്ക് പെർസെൻറ്റേജ് ഫൈനർ എങ്കിൽ, അതായത് പെർസെൻറ്റേജ് പാസിങ് ത്രൂ 75 മൈക്രോൺ, അതിനാണ് പെർസെൻറ്റേജ് ഫൈനർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ പറയുന്നത് ബോർഡർ ലൈൻ ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ബോർഡർ ലൈൻ ക്ലാസിഫിക്കേഷൻ. ഇറ്റ് ഹാസ് ഡ്യുവൽ സിമ്പിൾ ഡിപ്പെൻഡിങ് അപ്പോൺ ഇറ്റ്സ് ഗ്രഡേഷൻ ആൻഡ് പ്ലാസ്റ്റിസിറ്റി ചാർട്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ സോയിലിനെ ക്ലാസിഫൈ ചെയ്ത് ഒറ്റ സിമ്പിളാണ്, GW, GP, GC എന്നൊക്കെ. ഇവിടെ ഡ്യുവൽ സിമ്പിളാണ്. ബോർഡർ ആയതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ആയിരിക്കുമെന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിൽ തന്നെ GWയും GCയും ഇതിൻ്റെ ഏതെങ്കിലും ബൗണ്ടറിയിലായിരിക്കും, അല്ലെങ്കിൽ GW, GM ഇതിലേതെങ്കിലും ഒരു ബൗണ്ടറി ആയിരിക്കും. അതാണ് ഈ GW, GM, GW, GC. അതല്ലെങ്കിൽ പിന്നെ കോമ്പിനേഷൻ വരാൻ പോകുന്നത് GPയും GCയും, അതേപോലെ GPയും GMഉം. അപ്പോൾ ഈ 4 കോമ്പിനേഷൻസാണ് ഈ ബോർഡർ ലൈനിൽ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇത് നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ബോർഡർ ലൈൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെയും കോമ്പിനേഷൻ ഓഫ് സോയിലായിരിക്കും വരുന്നത്. അപ്പോൾ GWയുടെ 2 കോമ്പിനേഷൻ എന്ന് വെച്ചാൽ GWയും GCയുടെ കോമ്പിനേഷൻ, GWയും GMൻ്റെയും കോമ്പിനേഷൻ. അതേപോലെ തന്നെ GP ആവുമ്പോൾ GPയും GCയുടെയും കോമ്പിനേഷൻ, GPയും GMൻ്റെയും കോമ്പിനേഷൻ.
അപ്പോൾ ഇതാണ് ഗ്രാവലിൻ്റെ. ഇതേപോലെ തന്നെയാണ് സാൻഡിൻ്റെയും. സാൻഡിന് നമ്മൾ 5% കുറവാണ് അതിൻ്റെ ISE പെർസെൻറ്റേജ് ഫൈനറെങ്കിൽ അതിനെ SW SP എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, വെൽ ഗ്രേഡഡും പോർലി ഗ്രേഡഡും. അതേപോലെ സാൻഡിനെ മോർ ദാൻ 12% ആണ് പെർസെൻറ്റേജ് ഫൈനറെങ്കിൽ നമ്മൾ അതിനെ SC എന്നും SW എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആണെങ്കിൽ, അതായത് ഇൻ ബിറ്റ്വീൻ 5 to 12% ആണെങ്കിൽ നമ്മളതിനെ ബോർഡർ ലൈൻ എന്ന് പറയും. അപ്പോൾ വീണ്ടും എന്തൊക്കെയാണ് SW SM, അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി കോമ്പിനേഷൻ, അതേപോലെ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ. അപ്പോൾ SW SM SW SC, അത് കഴിഞ്ഞാൽ SP വെച്ചിട്ട് SP SC SP SM. അപ്പോൾ അങ്ങനെ ഒരു 4 ബൗണ്ടറി ലൈൻ ക്ലാസിഫിക്കേഷനും വരുന്നുണ്ട്. ഇതിപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് കോസ് ഗ്രെയിൻഡ് സോയിലിൻ്റെയാണ് പറഞ്ഞത്. അതായത് കോസ് ഗ്രെയിൻഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 50% പാർട്ടിക്കിളും 75 മൈക്രോൺ സീവിൽ റീറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ വലുതാണെങ്കിൽ അതിനെയാണ് കോസ് ഗ്രെയിൻഡ് എന്ന് പറയും. ഇനി നമുക്ക് നേരെ ഫൈൻ ഗ്രെയിൻഡ് പാർട്ടിക്കിളിലേക്ക് പോവാം. ഫൈൻ ഗ്രെയിൻഡ് സോയിൽ. ഫൈൻ ഗ്രെയിൻഡ് സോയിൽ ആർ ഫർദർ ഡിവൈഡഡ് ഇൻ ടു ഇൻഓർഗാനിക് സിൽട്ട് ഓർ വെരി ഫൈൻ സാൻഡ്, അതിനെ ക്യാപിറ്റൽ M എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ഇൻഓർഗാനിക് ക്ലേ, അതിനെ C എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ഓർഗാനിക് സിൽട്ട് ക്ലേ, അതിനെയൊക്കെ നമ്മൾ O വെച്ചിട്ടാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫൈൻ ഗ്രെയിൻഡ് സോയിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ബേസിക്കലി 3 ടൈപ്പ് ഉണ്ട്. ഇൻഓർഗാനിക് സിൽട്ട് ക്യാപിറ്റൽ M, ഇൻഓർഗാനിക് ക്ലേ ക്യാപിറ്റൽ C, ഓർഗാനിക് അതിനെ O വെച്ചിട്ടാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി the fine grained soils are divided into further groups on the basis of liquid limit. അപ്പോൾ ഫൈൻ ഗ്രൈൻഡ് സോയിൽ ഇപ്പോൾ നമ്മൾ 3 പറഞ്ഞു. ആ 3 ഫർദർ നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് ലിക്വിഡ് ലിമിറ്റ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ലബോറട്ടറിയിൽ നമ്മൾ ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും പ്ലാസ്റ്റിസിറ്റി ചാർട്ടൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മൾ ഈ ഒരു ചാർട്ട് വരയ്ക്കും. ഈ ഒരു ചാർട്ടാണ് നമ്മൾ പ്ലാസ്റ്റിസിറ്റി ചാർട്ട് എന്ന് പറയുന്നത്. കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ളൊരു ചാർട്ട് ഞാൻ കാണിക്കാം. ഈ ചാർട്ട് നമ്മളെല്ലാം കാണാപ്പാടാൻ പഠിക്കേണ്ടതാണ്. കാരണം ഇത് എക്സാമിന് ഈ ഒരു പ്രോബ്ലം ചോദിച്ചാൽ നമ്മളിത് പ്ലോട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനെയാണ് പ്ലാസ്റ്റിസിറ്റി ചാർട്ട് എന്ന് പറയുന്നത്. ഇത് കൂടുതലും ഫൈൻ ഗ്രെയിൻഡ് സോയിലിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ചില കേസിൽ ഗ്രാവലിൻ്റെ എടുക്കാറുണ്ട്, ഗ്രാവലല്ല കോസ് ഗ്രെയിൻഡിൻ്റെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് X ആക്സിസിൽ ലിക്വിഡ് ലിമിറ്റ് WL ആണ് പ്ലോട്ട് ചെയ്തേക്കുന്നത്. Y ആക്സിസിൽ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് IP ആണ് പ്ലോട്ട് ചെയ്തേക്കുന്നത്. ഇനി ഇതിൻ്റെ ഇൻ്റർവെൽ ശ്രദ്ധിച്ചേ, ഇവിടെ 0, 10, 20, 30, 40 അങ്ങനെ 100 വരെ പോകുന്നുണ്ട്. Y ആക്സിസിൽ 10, 20, 30, 40, 50, 60. ഫർദർ നമുക്ക് വരക്കാം. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ലൈനിനെയാണ് നമ്മൾ A ലൈൻ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഗ്രാവലിൻ്റെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞായിരുന്നു എബോവ് A ലൈൻ ആണെങ്കിൽ, ബിലോ A ലൈൻ ആണെങ്കിൽ. അപ്പോൾ എന്താണ് A ലൈൻ എന്ന് ചോദിച്ചാൽ ഈ ഒരു ലൈനാണ്. ഇതെവിടെയാണ് വരുന്നത്? ഈ ഒരു A ലൈൻ വരുന്നത് ശ്രദ്ധിച്ചേ, ഈ ലിക്വിഡ് ലിമിറ്റിൻ്റെ വാല്യൂ 20, ലിക്വിഡ് ലിമിറ്റിൻ്റെ വാല്യൂ 20 എവിടെയാണോ ആകുന്നത് അവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി എവിടം വരെ പോകും? ഈ ഒരു പോയിൻ്റ് നമുക്ക് എന്തെന്ന് പറയാം, ലിക്വിഡ് ലിമിറ്റ് 100ഉം പ്ലാസ്റ്റിക് ലിമിറ്റ് എത്രയായിരിക്കും, ഏകദേശം ഒരു 57ഉം വരുന്ന ഒരു പോയിൻ്റാണ് ഇത്. അപ്പം അങ്ങനെ ഒരു പോയിൻ്റ് രണ്ടും പ്ലോട്ട് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സ്ട്രെയിറ്റ് കർവാണ് നമ്മുടെ A ലൈൻ എന്ന് വെച്ചാൽ. അപ്പോൾ ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് കാണാപ്പാടം പഠിക്കാനുള്ളതാണ്. അപ്പോൾ ചാർട്ടിൻ്റെ അകത്ത് ഇത് എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്നും ഇതെവിടെയാണ് എൻഡ് ചെയ്യുന്നതെന്നും കറക്റ്റായിട്ട് നിങ്ങൾ പ്ലോട്ട് ചെയ്യണം. കാരണം നമ്മൾ സോയിൽ ക്ലാസിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന പോയിൻ്റ് ഇവിടെയാണെങ്കിൽ ഇതായിരിക്കും സോയിൽ, കിട്ടുന്ന പോയിൻ്റ് ഇവിടെയാണെങ്കിൽ ഇതായിരിക്കും സോയിൽ, കിട്ടുന്ന പോയിൻ്റ് ഇവിടെയാണെങ്കിൽ ഇതായിരിക്കും സോയിൽ. അപ്പോൾ ഇത് നമുക്ക് പ്ലോട്ട് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റും. ഇതിനകത്ത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഈ ലൈൻസൊക്കെ നിങ്ങൾ കാണാപ്പാടം പഠിച്ചെങ്കിൽ നമുക്കത് പ്ലോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഈ A ലൈൻ്റെ ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. A ലൈൻ്റെ ഇക്വേഷൻ ഇസ് ഈക്വൽ ടു IP ഇസ് ഈക്വൽ ടു പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു 0.73 ബ്രാക്കറ്റിൽ ലിക്വിഡ് ലിമിറ്റ് -20. ഇതാണ് A ലൈൻ്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമ്മൾ കാണാപ്പാടം പഠിക്കണം. ഇനി ഇതിനകത്ത് 2 പെർപെൻഡിക്കുലർ ലൈൻസ് വരച്ചിട്ടുണ്ട്. ഇതാ ഇതും. ഇത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ലിക്വിഡ് ലിമിറ്റ് വാല്യൂ 35നെയും ലിക്വിഡ് ലിമിറ്റ് വാല്യൂ 15നെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ലൈനാണ് ഈ 2 റെഡ് ലൈൻസ്. ഓക്കെ, അതും നമുക്ക് ക്ലാസിഫിക്കേഷൻ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വരച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ഒരു ഷെയ്ഡഡ് റീജിയൻ ഉണ്ട്. ഷെയ്ഡഡ് റീജിയൻ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് വാല്യൂ 4ന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ലൈൻ, പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് വാല്യൂ 7ന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ലൈൻ. ഇതിൻ്റെ ഇടയിലുള്ള ഈ റീജിയനെയാണ് നമ്മൾ ഷെയ്ഡഡ് റീജിയൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസും നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഇത്രയാണ് ഈ ഗ്രാഫിൻ്റെ അകത്തുള്ളത്. ഇനി ഈ ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അടുത്ത പോയിന്റ് പറയാനുള്ളത്. സിൽട്ട് ഓർ ക്ലേ ഓഫ് ലോ കംപ്രസിബിലിറ്റി which means liquid limit is less than 35 and is represented by L.
ഓക്കെ. അപ്പോൾ ഫർദർ നമ്മൾ അടുത്ത സിമ്പിളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫൈൻ ഗ്രെയിനിനകത്ത് 3 ടൈപ്പാണുള്ളത്. ഇൻഓർഗാനിക്കിന് എം എന്നും ഓർഗാനിക്കിനെ സി എന്നും ഇൻഓർഗാനിക് ക്ലേനെ സി എന്നും ഓർഗാനിക്കിനെ നമുക്ക് ഒ എന്നുമാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിനെ ഫർദർ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾസ് ആണ് എൽ, ഐ, എം. ഇതെല്ലാം നമ്മൾ കംപ്രസിബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പറയുന്നത്. ലോ കംപ്രസിബിലിറ്റി സോയിലാണെങ്കിൽ എൽ എന്നും, മീഡിയം കംപ്രസിബിലിറ്റി സോയിലാണെങ്കിൽ ഐ എന്നും, ഹൈ കംപ്രസിബിലിറ്റി സോയിലാണെങ്കിൽ എച്ച് എന്നും നൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അതിനെ ക്ലാസിഫൈ ചെയ്യാനെടുത്തേക്കുന്ന ലിമിറ്റാണ് ഈ ലിക്വിഡ് ലിമിറ്റ്. ഓക്കെ. അപ്പോൾ സിൽട്ട് അല്ലെങ്കിൽ ക്ലേ വിത്ത് ലോ കംപ്രസിബിലിറ്റി ആണെങ്കിൽ നമ്മളതിനെ എൽ എന്നാണ് സഫിക്സ് കൊടുക്കുന്നത്, സിമ്പിൾ കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ചാർട്ടിൽ ലിക്വിഡ് ലിമിറ്റ് ലെസ് ദാൻ 35 ആണെങ്കിൽ നമ്മളതിനെ എൽ എന്ന് നൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് ലിക്വിഡ് ലിമിറ്റ് 35ൻ്റെ ലൈൻ. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തേക്കുള്ള എല്ലാ വാല്യൂവിലും നമ്മൾ എൽ എന്നാണ് കൊടുത്തേക്കുന്നത്. കണ്ടോ, എൽ സഫിക്സ് ആയിട്ട് നമ്മൾ എല്ലാണ് കൊടുത്തേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈനിൻ്റെ ഇപ്പുറത്തേക്ക് കിട്ടുന്ന എല്ലാ സോയിലും എല്ലിൻ്റെ നൊട്ടേഷൻസ് അതിൻ്റെ കൂടെ ഉണ്ടാവും. എൽ എന്ന് പറഞ്ഞാൽ ലോ കംപ്രസിബിലിറ്റി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. ഇനി അടുത്ത പോയിന്റ്, സിൽട്ട് ഓർ ക്ലേ ഓഫ് മീഡിയം കംപ്രസിബിലിറ്റി ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഐ. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർവിൽ ലിക്വിഡ് ലിമിറ്റ് വാല്യൂ 35നും 50ക്കും ഇടയ്ക്കുള്ള റീജിയനാണ് മീഡിയം കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ വീണ്ടും നമ്മുടെ ഫിഗറിലേക്ക് പോയാൽ ഇതാണ് 35 ലിക്വിഡ് ലിമിറ്റ്, ഇതാണ് 50 ലിക്വിഡ് ലിമിറ്റ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഏത് സോയിൽ വന്നാലും അതിനെ നമ്മൾ ഐ വെച്ചിട്ട് നൊട്ടേറ്റ് ചെയ്യും, സഫിക്സ് ഐ വെച്ചിട്ട് നൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ സി ഐ ഉണ്ട്, എം ഐ ഉണ്ട്, ഒ ഐ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം സി ഐ എന്ന് വെച്ചാൽ എന്താണ്, ഇത് ക്ലേ, ഇത് മീഡിയം കംപ്രസിബിലിറ്റി. അപ്പോൾ ക്ലേ വിത്ത് മീഡിയം കംപ്രസിബിലിറ്റി. എം എന്തിനാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്, സിൽട്ടാണ്. ഐ എന്ന് വെച്ചാൽ ലോ കംപ്രസിബിലിറ്റി. ഒ എന്തിനാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്, ഓർഗാനിക്. അപ്പോൾ ആ രീതിയിൽ ഈ രണ്ട് ലൈൻ്റെയും ഇടയിൽ വരുന്നതിന് നമ്മൾ മീഡിയം കംപ്രസിബിലിറ്റി എന്ന് പറയും. ഓക്കെ. ഇനി അടുത്തത് സിൽട്ട് ഓർ ക്ലേ ഓഫ് ഹൈ കംപ്രസിബിലിറ്റി. അതിനെ എച്ച് എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. നമ്മുടെ കർവിൽ നിന്ന് ലിക്വിഡ് ലിമിറ്റ് ഗ്രേറ്റർ ദാൻ 50. അപ്പോൾ ലിക്വിഡ് ലിമിറ്റ് ഗ്രേറ്റർ ദാൻ 50 എന്ന് പറയുമ്പോൾ ഇതാണ്. ഇതിൻ്റെ ഇപ്പുറത്തോട്ട് നമ്മൾ എവിടെ പ്ലോട്ട് ചെയ്താലും അതിനെ നമ്മൾ എച്ച് വെച്ചിട്ടാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതിവിടെ സി എച്ച് ഉണ്ട്, ഇവിടെ എം എച്ച് അല്ലെങ്കിൽ ഒ എച്ച് ഉണ്ട്. ഓക്കെ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഇത് പറയുന്നുണ്ട് എം എൽ എന്ന് വെച്ചാൽ അതിനെ നൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ അർത്ഥം എം നൊട്ടേറ്റ് ചെയ്യുന്നത് ഇൻഓർഗാനിക് സിൽട്ടാണ്, ലോ കംപ്രസിബിലിറ്റി ആണ്. ഇനി എ ലൈൻ എന്തിനാണ് നൊട്ടേറ്റ് ചെയ്യുന്നത് നോക്കാം. എ ലൈൻ ഡിവൈഡ്സ് ഇൻഓർഗാനിക് ക്ലേ ഫ്രം സിൽട്ട് ആൻഡ് ഓർഗാനിക് സോയിൽ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ എ ലൈനിൻ്റെ മുകളിലേക്ക് ക്ലേ മാത്രമേ കാണുള്ളൂ. കണ്ടോ, എല്ലാം സി നൊട്ടേറ്റ് ചെയ്യുന്നു. എ ലൈൻ്റെ താഴെ എമ്മും ഉണ്ട്, ഒയും ഉണ്ട്. എന്ന് വെച്ചാൽ എ ലൈൻ്റെ താഴെ വരുന്നത് നമ്മൾ സിൽട്ട് എന്നും പറയും, ഓർഗാനിക് ക്ലേ എന്നും പറയും. ഓക്കെ. അപ്പോൾ എ ലൈനാണ് ഈ ക്ലേനെയും ഓർഗാനിക് അല്ലെങ്കിൽ സിൽട്ടി ക്ലേനെയൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ സി എൽ, സി ഐ, സി എച്ച് മാത്രമേ ഉള്ളൂ. അതിൻ്റെ താഴെ എം എച്ച്, എം ഐ, എം ഒ ഐ, ഇങ്ങനെ ഓരോ വാല്യൂസും ഉണ്ട്. ഇനി ആ എ ലൈൻ്റെ ഇക്വേഷൻ നമ്മളോട് പറഞ്ഞായിരുന്നു 0.73 ലിക്വിഡ് ലിമിറ്റ് -20 ആണ്. ഓക്കെ. ഇനി അടുത്തത് ഇതിലും ബൗണ്ടറി ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ കോസ് ഗ്രൈൻഡിൽ കുറച്ച് ബൗണ്ടറി ക്ലാസിഫിക്കേഷൻ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ there are no rigid boundaries between soil groups and the boundaries cases can be conveniently designated by dual symbols such as GW, SW, CL, ML. ഓക്കെ. അപ്പോൾ അതിൻ്റെ അകത്ത് കോസ് ഗ്രൈൻഡിൻ്റെ നമ്മൾ ബൗണ്ടറി വാല്യൂസ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഫൈൻ ഗ്രൈൻഡിൻ്റെ ബൗണ്ടറി വാല്യൂസ് എങ്ങനെയാണെന്ന് നോക്കാം. ML, MI, CL, CI, MI, CH ഇതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇത് രണ്ടുമാണ് അതിൻ്റെ ബൗണ്ടറി, ഈ രണ്ട് ലൈനാണ് അതിൻ്റെ ബൗണ്ടറി. അപ്പോൾ ഈ ബൗണ്ടറിയുടെ ഇവിടെ ഉള്ളത് CL, ഇവിടെ ഉള്ളത് CI. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ CL, CI. ഇനി ഇപ്പുറത്തുള്ളത് CH. അപ്പോൾ ഈ സി വെച്ചിട്ടുള്ളതിന് രണ്ട് ബൗണ്ടറി കേസ് വരും, CLഉം വരും, CIയും വരും, അതുപോലെ CIയും ഉണ്ട്, CHഉം ഉണ്ട്. തൊട്ടടുത്തുള്ള രണ്ട് ബൗണ്ടറി അത്രയും നോക്കിയാൽ മതി. ഇവിടെ CL, ഇവിടെ CI, ഇവിടെ CH. അപ്പോൾ ഈ ഒരു ബൗണ്ടറി ലൈൻ CILനെയും CHനെയും നൊട്ടേറ്റ് ചെയ്യും, CLനെയും CIനെയും നൊട്ടേറ്റ് ചെയ്യും. അതേപോലെ ഈ ഒരു ബൗണ്ടറി ലൈൻ CIനെയും CHനെയും നൊട്ടേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞ പോലെ നമുക്ക് എമ്മിലേക്കും വരാം. ഇവിടെ ML ഉണ്ട്, MI ഉണ്ട്. അപ്പോൾ ML,
എം ഐ ഒരു ബൗണ്ടറി കേസാണ്. ഇവിടെ എം ഐ ഉണ്ട്, ഇവിടെ എം എച്ച് ഉണ്ട്. അപ്പോൾ എം ഐ എം എച്ച്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ ബൗണ്ടറി കേസസ് എഴുതാൻ പറ്റും. അതാണ് ഇവിടെ നൊട്ടേറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ അതിൻ്റെ കോമ്പിനേഷനും വരും. അപ്പോൾ എം എൽ എം ഐ, സി എൽ സി ഐ, എം ഐ എം എച്ച്, സി ഐ സി എച്ച്, ഒ ഐ ഒ എച്ച്, പിന്നെ സി എൽ എം എൽ. അപ്പോൾ ആ രീതിയിൽ പല ബൗണ്ടറി കേസുകളും നമുക്ക് ഇതിനകത്ത് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഏത് സോയിൽ എടുത്താലും, ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ലാബിൽ നമുക്കൊരു സോയിൽ ടെസ്റ്റ് ചെയ്യാൻ തന്നു. നമ്മൾ കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തു, പ്ലാസ്റ്റിസിറ്റി ചാർട്ടൊക്കെ വരച്ചു. അവസാനം നമ്മൾ ഏതെങ്കിലും ഒരു സോയിൽ, ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു നൊട്ടേഷൻ വെച്ചിട്ട്, ഇപ്പോൾ GW അല്ലെങ്കിൽ GP എന്നൊക്കെ നമുക്ക് ഒരു സോയിലിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. തന്നേക്കുന്ന സോയിൽ സാമ്പിൾ ഇത്ര ശതമാനം GW ആണ്, ഇത്ര ശതമാനം GP ആണ്, അങ്ങനെയൊക്കെ നമുക്ക് നൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പ്രിഫിക്സ് ഉണ്ട്, ഇതിനൊരു സഫിക്സ് ഉണ്ട്. അപ്പോൾ ഏത് സോയിലാണെങ്കിലും നമുക്ക് അതിൻ്റെ പേര് എഴുതണമെന്നുണ്ടെങ്കിൽ അതിലൊരു പ്രിഫിക്സും കാണും, അതിലൊരു സഫിക്സും കാണും. ഇപ്പോൾ GW എന്ന് പറഞ്ഞാൽ ആദ്യം എഴുതുന്ന ആ ഒരു നൊട്ടേഷനാണ് പ്രിഫിക്സ്, രണ്ടാമത് എഴുതുന്നതാണ് സഫിക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലോകത്തുള്ള അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സോയിലിനെയും ഇത്രയും പ്രിഫിക്സ് വെച്ചും ഇത്രയും സഫിക്സ് വെച്ചിട്ട് നൊട്ടേറ്റ് ചെയ്യാം. ഇതിൻ്റെ പുറത്തേക്കൊന്നും പോവില്ല. അപ്പോൾ എന്തൊക്കെയാണ് പ്രിഫിക്സ് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സോയിലിൻ്റെ മെയിൻ ക്ലാസിഫിക്കേഷനിൽ ഗ്രാവലുണ്ട്, ക്യാപിറ്റൽ G ആണ് പ്രിഫിക്സ്. സാൻഡ് ഉണ്ട്, S ആണ് പ്രിഫിക്സ്. സിൽട്ട് ഉണ്ട്, ക്യാപിറ്റൽ M ആണ് പ്രിഫിക്സ്. ക്ലേ ആണെങ്കിൽ C ആണ്, ഓർഗാനിക് മാറ്റർ ആണെങ്കിൽ O ആണ്. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള പ്രിഫിക്സ്. നമ്മൾ ഏത് മെറ്റീരിയൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ തന്നാലും പ്രിഫിക്സ് ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് സഫിക്സ്. ഇതിൻ്റെ അകത്ത് വരുന്ന സഫിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ സഫിക്സിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു ഗ്രാവൽ വെൽ ഗ്രേഡഡ് ഉണ്ട്, പൂർലി ഗ്രേഡഡ് ഉണ്ട്. അപ്പോൾ അത് WP വെച്ചിട്ടാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. പിന്നെ സിൽട്ടി ഗ്രാവലുണ്ട്, ക്ലേയും ഉണ്ട്. അതിനെ എമ്മും സിയും വെച്ചിട്ടാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ എമ്മും തമ്മിൽ ഈ സിയും തമ്മിൽ കൺഫ്യൂഷൻ ആകരുത്. അത് രണ്ടിടത്തും കോമൺ ആയിട്ട് വരുന്നതാണ്. ഇനി അടുത്തത് അതിൻ്റെ കംപ്രസിബിലിറ്റി അനുസരിച്ചിട്ട് നമ്മളതിനെ ലോ കംപ്രസിബിലിറ്റി, ഇൻ്റർമീഡിയറ്റ് കംപ്രസിബിലിറ്റി, ഹൈ കംപ്രസിബിലിറ്റി എന്നും പറയും. അപ്പോൾ ഇത്രയും സഫിക്സ് ആണ് മൊത്തത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ഏതെങ്കിലും കോമ്പിനേഷൻ ആയിരിക്കും നമുക്ക് വരുന്നത്. ഇപ്പോൾ GC എന്നെഴുതാം, CI എന്നെഴുതാം. അപ്പോൾ അങ്ങനെ ഏതിൻ്റെങ്കിലൊക്കെ ഒരു പ്രിഫിക്സ് സഫിക്സ് കോമ്പിനേഷൻ ആയിരിക്കും നമുക്ക് തന്നേക്കുന്ന സോയിൽ സാമ്പിൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, അതിൻ്റെ ഫുൾ ഫോം. ഇപ്പോൾ ML എന്നാണെങ്കിൽ സിൽട്ട് വിത്ത് ലോ കംപ്രസിബിലിറ്റി, MI എന്നാണെങ്കിൽ സിൽട്ട് വിത്ത് ഇൻ്റർമീഡിയറ്റ് കംപ്രസിബിലിറ്റി, MH എന്നാണെങ്കിൽ സിൽട്ട് വിത്ത് ഹൈ കംപ്രസിബിലിറ്റി. അതേപോലെ ക്ലേ, അതേപോലെ ഓർഗാനിക് മാറ്റർ, OH എന്ന് പറയുമ്പോൾ ഓർഗാനിക് സോയിൽ വിത്ത് ഹൈ കംപ്രസിബിലിറ്റി. ഇനി നമുക്ക് ഇപ്പോൾ പറഞ്ഞേക്കുന്ന ആ ഒരു ഫൈൻ ഗ്രൈൻഡ് സോയിലിനെ ഒരു ഫ്ലോ ചാർട്ട് വെച്ചിട്ട് ഒന്ന് നൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഫൈൻ ഗ്രൈൻഡ് സോയിലിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു ലൈൻ്റെ മുകളിൽ ക്ലേ ആണുള്ളത്, അല്ലേ? നമ്മൾ വരച്ച പ്ലാസ്റ്റിസിറ്റി ചാർട്ടിൽ ലൈൻ്റെ മുകളിൽ വരുന്നതെല്ലാം ക്ലേ ആണ്. ഇനി ക്ലേയിൽ തന്നെ നമുക്ക് എന്തുണ്ട്? CL ഉണ്ട്, CI ഉണ്ട്, CH ഉണ്ട്. CL എന്ന് വെച്ചാൽ എന്താണ്? ലിക്വിഡ് ലിമിറ്റ് വാല്യൂ <35, ലോ കംപ്രസിബിലിറ്റി, അതാണ് CL. ഇനി ലിക്വിഡ് ലിമിറ്റ് വാല്യൂ 35നും 50ക്കും ഇടയിലാണെങ്കിൽ CI, ലിക്വിഡ് ലിമിറ്റ് വാല്യൂ >50 ആണെങ്കിൽ CH. ഓക്കെ, അതാണ് ക്ലേയുടെ ക്ലാസിഫിക്കേഷൻ. ഇനി അടുത്തത് ഫൈൻ ഗ്രൈൻഡിൽ തന്നെ സിൽട്ട് അല്ലെങ്കിൽ ഓർഗാനിക് മാറ്റർ, ഏതാണെങ്കിലും സിൽട്ട് ആണെങ്കിലും ഓർഗാനിക് മാറ്റർ ആണെങ്കിലും അതിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ സിൽട്ടിനെ നമ്മൾ M എന്നും ഓർഗാനിക് മാറ്ററിന് O എന്നുമാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ ലിക്വിഡ് ലിമിറ്റ് <35 ആണെങ്കിൽ അത് ഇൻഓർഗാനിക് ആണെങ്കിൽ നമ്മളതിന് ML എന്ന് നൊട്ടേറ്റ് ചെയ്യും, ഓർഗാനിക് ആണെങ്കിൽ OL. അതേപോലെ ലിക്വിഡ് ലിമിറ്റ് 35നും 50ക്കും ഇടയ്ക്കാണെങ്കിൽ അത് ഇൻഓർഗാനിക് ആണെങ്കിൽ MI, ഓർഗാനിക് ആണെങ്കിൽ OI. ലിക്വിഡ് ലിമിറ്റ് <50 ആണ്, പക്ഷേ ഇൻഓർഗാനിക് ആണെങ്കിൽ MH, ഓർഗാനിക് ആണെങ്കിൽ OH. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു സോയിലിൻ്റെ ക്ലാസിഫിക്കേഷനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് സഫിക്സും പ്രിഫിക്സും വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ഇതിനെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ് സ്ഥിരമായിട്ട് യൂണിവേഴ്സിറ്റി എക്സാംസിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്ന് നമുക്ക് ഈ ഒരു കർവ് വരക്കാൻ പറ്റണം. തന്നേക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ഒന്ന് ഈ സ്റ്റാൻഡേർഡ് കർവ് കാണാപ്പാടാൻ പഠിക്കണം. ഇനി ആ ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇവിടെ എവിടെയാണോ വരുന്നത് അത് വെച്ചിട്ട് നമുക്ക് ആ സോയിലിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, എവിടെയാണോ വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിസിറ്റി ചാർട്ട് കാണാപ്പാടാൻ പഠിക്കണം. പിന്നെ സീവ് അനാലിസിസ് ചിലപ്പോൾ ഇതിനകത്ത് ചോദിക്കാറുണ്ട്. സീവ് അനാലിസിസ് എന്തിനാണ് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വേണം. ഇതാണോ എന്നറിയണം. അതായത് വെൽ ഗ്രേഡഡ് സാൻഡ് ആണോ പോർലി ഗ്രേഡഡ് സാൻഡ് ആണോ എന്നറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് CUം വേണം, CCയും വേണം.
ഈ സി യുവും സി സി എന്ന് വെച്ചാൽ നമുക്ക് എവിടെ നിന്ന് കിട്ടുള്ളൂ, സി യു അനാലിസിസിന് മറ്റേ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിനകത്ത് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടാവും, കർവ് വരച്ചിട്ട് സി യുവും സി സി ഒക്കെ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചോദിക്കുവാണെങ്കിൽ ഒരു 10 മാർക്ക് 15 മാർക്ക് എന്നുള്ള ആ ഒരു റേഞ്ചിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. സിമ്പിൾ പ്രോബ്ലമാണ്, വലിയ കാൽക്കുലേഷനോ സ്റ്റെപ്പോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ കർവും കാര്യങ്ങളൊക്കെ വരക്കാനുള്ളത് വൃത്തിയായിട്ട് വരയ്ക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെക്ചറിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ലെക്ചറിൽ ഈ ഒരു അറ്റർബർഗ്സ് ലിമിറ്റിനെയും ഈ ഒരു സോയിൽ ക്ലാസിഫിക്കേഷനെയും ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.